മധ്യപൂർവേഷ്യൻ സംഘർഷം 8ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും അയവില്ല. അമേരിക്കയോടും ഇസ്രായേലിനോടും സൗഹൃദം പുലർത്തുന്ന പുതിയ നേതൃത്വത്തെയാണ് ഇറാനിൽ താൽപര്യപ്പെടുന്നതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ടെഹ്റാനിലേക്ക് വ്യാപകമായ ആക്രമണം ആരംഭിച്ചുവെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു. വ്യോമതാവളം ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം സൗദി അറേബ്യ തടഞ്ഞു. നിരുപാധികമായ കീഴടങ്ങലല്ലാതെ ഇറാനു മുന്നിൽ മറ്റു മാർഗങ്ങളില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിനു പിന്നാലെ ഇറാൻ ആക്രമണം ശക്തമാക്കി. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലേക്ക് ഇസ്രായേൽ വ്യാപകമായ ആക്രമണം ആരംഭിച്ചു. മെഹ്റാബാദ് വിമാനത്താവളത്തിലേക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ വിമാനങ്ങൾക്ക് നാശനഷ്ടം സംഭവിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ഇറാനിലെ ഏറ്റവും വലിയ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന നതാൻസിൽ വൻ സ്ഫോടനങ്ങളുണ്ടായി. പ്രിൻസ് സുൽത്താൻ വ്യോമത്താവളം ലക്ഷ്യമിട്ടുള്ള ഇറാന്റെ 2 ബാലിസ്റ്റിക് മിസൈലുകളും എണ്ണപ്പാടങ്ങൾ ലക്ഷ്യമിട്ടുള്ള 6 ഡ്രോണുകളും തടഞ്ഞതായി സൗദി അറേബ്യ വ്യക്തമാക്കി. മെഡിറ്ററേനിയൻ കടലിൽ നിലയുറപ്പിച്ചിരുന്ന അമേരിക്കൻ വിമാനവാഹിനി കപ്പൽ ജെറാൾഡ് ഫോർഡ് കരിങ്കടലിലേക്ക് പ്രവേശിച്ചു. ഹോർമുസ് കടലിടുക്കിലൂടെ പോകുന്ന ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും കപ്പലുകളെ മാത്രമേ ആക്രമിക്കൂ എന്ന് ഇറാൻ സൈന്യം വ്യക്തമാക്കി. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഫോണിൽ സംസാരിച്ചു. ചില രാജ്യങ്ങൾ സംഘർഷം അവസാനിപ്പിക്കാൻ മധ്യസ്ഥ ശ്രമങ്ങൾ ആരംഭിച്ചതായും പെസഷ്കിയാൻ സമൂഹ മാധ്യമത്തിൽ പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.